ഹലോ ഫ്രണ്ട്സ്, ഭയം നിങ്ങളെ സമ്പത്ത് ആകർഷിക്കുന്നതിൽ നിന്ന് എങ്ങനെ തടയുന്നു എന്നതിനെപ്പറ്റിയുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പോഡ്കാസ്റ്റിൻ്റെ 6ാമത്തെ ഭാഗമാണിത്. പണമില്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി എത്തിച്ചേരുമ്പോൾ അയാൾ കൂടുതൽ ഭയപ്പെടുന്നു. ഇപ്പോൾ അയാളുടെ കയ്യിൽ എന്താണുള്ളത് അതും കൂടി നഷ്ടപ്പെടും എന്ന് ഭയക്കുന്നു, അല്ലെങ്കിൽ അവയും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്ന് ഭയക്കുന്നു. ഇത് വളരെ പരിതാപകരമായ മാനസികാവസ്ഥയാണ്. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ കുറവിൻ്റെ മാനസികാവസ്ഥയാണ്, ദാരിദ്ര്യത്തിൻ്റെ മാനസികാവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നെഗറ്റീവായ ഒരു ദൃഷ്ടികോണിനെ നിർമ്മിക്കുന്നു. ഈ ലോകത്ത് തന്നെ സമൃദ്ധിയില്ല എന്ന ദൃഷ്ടികോൺ ഉണ്ടാവുകയും അത് ഒരു വിശ്വാസമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ എല്ലാം കുറവാണ് എന്ന് തോന്നുന്നു. സമ്പത്തുണ്ടാക്കുന്നതിനായിട്ട് വളരെയധികം പരിശ്രമിക്കണം എന്നുള്ള മാനസികാവസ്ഥയും ഇതോടൊപ്പം നിലനിൽക്കുന്നു. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നിന്ന് സമൃദ്ധിയുടെ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ തീർച്ചയായും മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കൂടുതൽ മോശമായ ഒരവസ്ഥ നിങ്ങളുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഭയമാണ് അറിവില്ലായ്മയെ സൃഷ്ടിച്ചത്. അതായത് സ്വയമായി നിർമ്മിച്ച അതായത് നിങ്ങൾ ഭയത്തിൽ സ്വയം നിർമ്മിച്ച വിചാരങ്ങൾ കൊണ്ടുള്ള ഭിത്തിക്കുള്ളിൽ ജീവിക്കുകയും സമൃദ്ധിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ഈ ബ്രഹ്മാണ്ഡം സമൃദ്ധിയാൽ സമ്പൂർണ്ണമാണ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ നിയമം തന്നെ സമൃദ്ധിയാണ്. കുറവിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും മാനസികാവസ്ഥ ദാരിദ്ര്യത്തിൻ്റെ മനോഭാവത്തോടെ ലോകത്തെ വീക്ഷിക്കാൻ നിർബന്ധിതമാകുന്നു. സമ്പത്തിനോടുള്ള ഭയം, സമ്പത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, സമ്പത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ, ഈ ഒരവസ്ഥയിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനോടും സംശയദൃഷ്ടി ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങുന്നു. വിശ്വാസം ഇല്ലാതാകുന്നു. ഇങ്ങനെ സംശയദൃഷ്ടിയോടെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന സാഹചര്യങ്ങളെയും സാധ്യതകളെയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ആ സാധ്യതകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ കുറവിൻ്റെ മാനസികാവസ്ഥയുള്ളവർ എന്തോ നഷ്ടപ്പെട്ട ഫീലിംഗ് ഉണ്ടാകുന്നു. അവർക്ക് ലഭിച്ചു, എനിക്ക് ലഭിച്ചില്ല. ഇതും കുറവിൻ്റെ വികലമായൊരു മാനസികാവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ലോകം കോമ്പറ്റീഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല. ഈ ലോകം അന്യോന്യം സഹകരിക്കാനുള്ള ഒരു നല്ല സ്ഥലമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഈ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധി കൂടുതലായി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. എനിക്കറിയാം, ഈ ഒരു മാനസികാവസ്ഥ മാറ്റുന്നത് തികച്ചും കഠിനമാണ്. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഭയം എന്നുള്ളത് ഭ്രമമാണ്. നിങ്ങളുടെ ഭയം, അതായത് സമ്പത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളുടെ കാരണം നിങ്ങൾ സ്വയം നിർമ്മിച്ചതാണ്. നിങ്ങളുടെ വിചാരങ്ങൾ തന്നെയാണ് ഒരു മതിൽ പോലെ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നത്. അത് നിങ്ങളെ പുറമേയുള്ള സമൃദ്ധിയെ ആകർഷിക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും മറയ്ക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സമൃദ്ധിയെ കാണാൻ സാധിക്കാത്തതിനാൽ കുറവുകളുടെ ലോകം സത്യമായി തോന്നുന്നു. എന്നാൽ കുറവുകളുടെ ലോകമല്ല സത്യം, സമൃദ്ധിയുടെ ലോകമാണ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ നിയമം തന്നെ സമൃദ്ധിയാണ്. ബ്രഹ്മാണ്ഡം എവിടെയാണോ കുറവുകളുള്ളത് അവിടെയെല്ലാം നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ബ്രഹ്മാണ്ഡം ഒരിക്കലും കുറവുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും പര്യാപ്തമായത് ഈ ലോകത്തിലുണ്ട്. അത് നേടിയെടുക്കുന്നതിന് മറ്റുള്ളവരോട് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ബ്രഹ്മാണ്ഡത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരിക. സമ്പന്നരായ ആളുകളെ നിങ്ങൾ നിരീക്ഷിക്കുക. അവർ എപ്പോഴും ഭയത്തിലല്ല ജീവിക്കുന്നത്. അവരുടെ വിശ്വാസം പണം എപ്പോഴും സ്വതവേ ഒഴുകി വരും എന്നാണ്. പക്ഷേ അവരുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല എങ്കിൽ പോലും അവരുടെ മാനസികാവസ്ഥയും ചിന്തകളും അവർക്ക് സാധ്യതകൾ അവർക്ക് സമ്പത്ത് ഒഴുകാനുള്ള സാധ്യതകളെ കാണിച്ചു കൊടുക്കുന്നു. വാറൻ ബഫറ്റും ടോണി റോബിൻസും ആളുകൾക്ക് ഈ കാര്യത്തെപ്പറ്റി വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, സമ്പത്ത് ആകർഷിക്കുന്നതിനെ പറ്റിയുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പോഡ്കാസ്റ്റിൻ്റെ 6ാമത്തെ പാട്ടാണിത്. അടുത്ത പാട്ട് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.